ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഹൈറേഞ്ച് മേഖലയിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും കുടിവെള്ളം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കിണറ്റിൽ നിന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ അയൽപക്കത്തുള്ള കിണറ്റിൽ നിന്ന് അവരെടുക്കുന്നതായിരിക്കും. നമ്മളത് വളരെ സുരക്ഷിതമായിട്ട് കാണുന്നു. ആ വെള്ളം നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ വെള്ളം വളരെ തെളിഞ്ഞതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയൊക്കെ കണക്കാക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി ഉണ്ട് അവിടെ. അപ്പോൾ അവർ ശുദ്ധജലം ആണ് വിതരണം ചെയ്യുന്നത് ടാപ്പിലൂടെ. പക്ഷെ അത് ക്ലോറിനേറ്റുള്ള വാട്ടറാണ് ഉള്ളത്. നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല, ക്ലോറിൻ്റെ ചുവയൊന്നുമില്ല. നമുക്ക് ശുദ്ധമായ കിണർ വെള്ളം ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴൊരു പ്രതിസന്ധി ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്ന സംഭവമുണ്ട്. വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലുള്ള ക്ഷാര അമ്ല അംശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ന്യൂട്രൽ പോയിന്റിലായിരിക്കണം. ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് 7 എന്ന് പറയുന്നൊരു ഫിഗറാണ് ന്യൂട്രൽ പോയിൻ്റായിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ 7 എന്നുള്ളതിനേക്കാൾ കുറവാണ് എങ്കിൽ സൂചിപ്പിക്കുന്നത് വെള്ളത്തിന് അമ്ലത്വം കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അമ്ലത്വം കൂടുതലുള്ളപ്പോൾ നമ്മൾ അമ്ലത്തെ കുറയ്ക്കാൻ വേണ്ടി ക്ഷാരം ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കും, എന്ന് പറഞ്ഞാൽ കുമ്മായം പ്രയോഗിക്കും. അതാണ്. അപ്പോൾ ഇനിയും കുമ്മായത്തിൻ്റെ അളവ് കുമ്മായ മണ്ണുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഊറി വരുന്ന വെള്ളമാണെങ്കിൽ നമ്മുടെ കിണർ അവിടെ ആ പ്രദേശത്തുള്ളതാണെങ്കിൽ അതിൽ കുമ്മായത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ക്ഷാരാംശം കൂടുതലായിരിക്കും. ക്ഷാരാംശം കൂടുതലാകുമ്പോൾ pH ലെവൽ 8, 9, 10 എന്ന് പറയുന്ന ഇതിലേക്ക് വരും, ഫിഗറിലേക്ക്. അപ്പോൾ നമ്മളതിനെ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ പുളിയുള്ള വസ്തുക്കൾ, വിനാഗിരിയോ അതല്ലെങ്കിൽ നാരങ്ങ നീരോ ആലോ പോണക്കുള്ള വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ വെള്ളത്തിൽ നിന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഈ pH ലെവൽ കറക്റ്റായിരിക്കുക എന്നുള്ളത് ജീവൽപ്രധാനമായ സംഗതിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കെല്ലാം pH ലെവൽ കറക്റ്റായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ചെടികൾക്കാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കർഷകരാണ്, ഈ മലയോര പ്രദേശങ്ങളിലെല്ലാം ഈ ഉള്ള കർഷകരാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചറിയാം, മണ്ണിൻ്റെ pH മാറിക്കിടന്നാൽ കൃഷി നന്നാകത്തില്ല. നമ്മൾ എന്ത് വളം ചെയ്താലും ആ വളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റിയല്ല. അപ്പോൾ pH കറക്റ്റായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വേണം കൃഷി നടത്താനായിട്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് സത്യമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആളുകൾ ഇങ്ങനെ പറയും എന്നാൽ ശുദ്ധവെള്ളമാണ്, കുടിവെള്ളം എൻ്റെ കിണറ്റിലാണ്, ഒരു അഴുക്കുമില്ല, അങ്ങനെ പറയും. പക്ഷെ അപ്പോഴും നമ്മളതിൻ്റെ pH നമുക്ക് അങ്ങനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അറിയത്തില്ല എത്രയാണ് ലെവലെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും എനിക്കും കുടിവെള്ള സംഭവമുണ്ട്, എനിക്കും സ്വന്തമായിട്ട് കിണറാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കിണർ, നിങ്ങൾക്കത് കാണാൻ പറ്റും. കിണർ മൂടിയിട്ടേക്കുന്നത് ഉണ്ടോ? ഇതാണ് എൻ്റെ കിണർ. അപ്പോൾ ആ കിണർ നമ്മൾ ഗ്രീൻ നെറ്റൊക്കെ വെച്ച് മൂടിയിട്ടൊക്കെയാണ്, വക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് റിങ് ഇറക്കിയ ഒരു കിണറാണ്. അപ്പോൾ അതിനകത്ത് നല്ല വെള്ളമാണുള്ളത്. മോട്ടർ വെച്ച് നമ്മൾ വെള്ളം അടിക്കുന്നു. ഇനി ആ വെള്ളം അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് അവിടുന്ന് വെള്ളം അടിച്ചിട്ട് ഞാൻ ഈ ടാങ്കിലേക്കാണ് വെള്ളം അടിച്ചിടുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ വെള്ളം നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുടിവെള്ളം ആ വെള്ളം എടുത്തിട്ടുണ്ട്. ടാങ്കിൽ നിന്നുള്ള വെള്ളം ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കാഴ്ചയ്ക്ക് വളരെ ശുദ്ധമാണ്, ഒരു കുഴപ്പവും ഈ വെള്ളത്തിനില്ല, അല്ലേ? വളരെ പ്യുവറായിട്ടുള്ള വാട്ടർ. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് എത്രത്തോളം pH ഇതിനകത്തുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താം. ഇതാണ് pH സൊല്യൂഷൻ. അപ്പോൾ ഇത് പല കമ്പനികൾക്കുണ്ട്, ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വെള്ളം ഒരു 5 മില്ലി എടുത്തിട്ട് അതിനകത്തൊരു 3 ഡ്രോപ്സ് ഈ സൊല്യൂഷൻ ഒഴിച്ച് കഴിയുമ്പോൾ അതിന് കളർ ചേഞ്ച് വരും. അപ്പോൾ ആ കളർ ചേഞ്ച് നമ്മൾ ഇതിൽ ഒരു പട്ടിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ അതനുസരിച്ച് നമുക്കത് അറിയാൻ പറ്റും pH എവിടെ ഇരിക്കുന്നത്. ആ കളർ ചേഞ്ച് ഏതാണ് സൂചിപ്പിക്കുന്നത്, 7 ആണോ 5 ആണോ 3 ആണോ എത്രയാണെന്നുള്ളത് അതിലുണ്ട്. അതനുസരിച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ ആ പരിശുദ്ധി ഒന്ന് പരിശോധിച്ച് നോക്കാം. 5 മില്ലി വെള്ളം എടുക്കാം. 5 മില്ലി എന്ന് പറയുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നിർബന്ധമൊന്നുമില്ല, ഒരു അപ്രോക്സിമേറ്റ്. ഇപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു പകുതിക്ക് താഴെ ഏകദേശം ഒരു 5 മില്ലി വെള്ളമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടേ അറിയാം. അപ്പോൾ ഇതിനകത്ത് ഈ കമ്പനി പറയുന്നത് 3 ഡ്രോപ്സ് ഒഴിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫില്ലർ കൊണ്ട് നമുക്കത് എടുക്കാം. 3 ഡ്രോപ്സ് ഇങ്ങനെ അടിക്കാം. ഇപ്പം കളർ ചേഞ്ച് ആവും, നോക്കണം. 1, 2, 3. ഇനി ഒന്ന് ഷെയ്ക്കുക. ഉണ്ടോ? പച്ചവെള്ളത്തിൻ്റെ കളർ മാറി. ഉണ്ടോ? ഇപ്പം ഈ വെള്ളമാണല്ലോ നമ്മളെടുത്തത്. കണ്ടോ? ആ കളറാണോ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്? ഉണ്ടോ? കളർ മാറ്റമുണ്ട്. ഉണ്ടോ? ഇത് ഒരു പച്ച കളറിലേക്ക് മാറി. ഉണ്ടോ? ഇത് വെള്ളം ഇതുണ്ടോ? പച്ച കളർ, ആ ലിക്വിഡ് ഒഴിച്ചപ്പോൾ പച്ച കളറിലേക്ക് മാറി.
അപ്പോൾ ഇത് നമ്മൾ ഈ ലിക്വിഡ് എടുക്കുന്ന ബോട്ടിലെ തന്നെ ഒരു കളർ ചാർട്ടുണ്ട്. ആ ചാർട്ടായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇപ്പോൾ വന്നേക്കുന്ന കളർ എന്ന് പറയുമ്പോൾ 5 5 6 5 6 എന്നുള്ള തോതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വെള്ളത്തിൽ അമ്ലാംശം കൂടുതലുണ്ടെന്ന് അർത്ഥം. അപ്പം നമുക്കിത് അമ്ലവും ക്ഷാരവും ഇല്ലാത്തൊരവസ്ഥയിലാക്കി തീർക്കണ്ടേ, പിന്നെ അത് അമ്ലത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അല്പം കുമ്മായം കലക്കിയാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഏകദേശം നമ്മുടെ കിണറ്റിൽ എന്തോരം വെള്ളമുണ്ടോ ആ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം കണക്കാക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് കുമ്മായം ഒന്നെങ്കിൽ കീഴിയിട്ടിടാം, അല്ലെങ്കിൽ കുമ്മായം ഒരു കലക്കിയിട്ട് അല്ലെങ്കിൽ കക്കായിടാം. അങ്ങനെ ഇട്ടാലൊക്കെ മാറും, നീറ്റാക്കാം. കാൽസ്യം ഓക്സൈഡ് അതാണ്. ആയിട്ട് കഴിയുമ്പോൾ മാറും, വെള്ളം മാറി 7ലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളം എടുത്ത് നിന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ആ ഫിഗർ 7 കാണിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അതാണ് ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ ഇതിപ്പോൾ 7ലേക്ക് വരുന്ന 2 പോയിന്റും കൂടെ മാറണം എന്ന് പറഞ്ഞാൽ അമ്ലം കൂടുതലാണ്, ഇച്ചിരി ക്ഷാരമുള്ള വസ്തുക്കൾ ചേർക്കുക. അത് കുമ്മായമാണ് ക്ഷാരം, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്താലും മതി, ഇൻക്രീസ് ആവും. കൂട്ടി 7ലേക്ക് കൊണ്ടുവരിക. ആ വെള്ളം കുടിക്കാനും കൊള്ളാം, മണ്ണിന് നല്ലതാണ്. അപ്പം നമ്മൾ മണ്ണിൽ അറിയാനും ഇത് ഉപയോഗിക്കാം. കാരണം മണ്ണിൽ നമ്മൾ എന്നാ ഈ മണ്ണെടുത്തിട്ട് മണ്ണ് ഒരു കപ്പിൽ വെച്ച് കലക്കണം. കലക്കിയിട്ട് അതിൻ്റെ വെള്ളത്തിന് തെളി ഊരി വരികയില്ലേ, ആ തെളി നീര് 5 മില്ലി എടുത്തിട്ട് ഇതിനകത്ത് ഈ ഡിക്കർ ഒഴിച്ച് വെക്കുമ്പോൾ മണ്ണിൻ്റെ pH എത്രയോ വരുന്നുണ്ടോ നമുക്ക് അങ്ങനെ അറിയാം. ആ വിധത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിന് ഒരു 300 രൂപ അടുത്തേ വരുള്ളൂ. ഈ റീഫില്ലും ഇതെല്ലാം കൂടി ഒത്തിരി വർഷത്തിന് ഉപയോഗിക്കുകയാണ്. ഇതിപ്പോൾ 100 മില്ലി ലിക്വിഡ് ഉണ്ട്. 3 ഡ്രോപ്സ് മതി നമുക്ക് ഒരു പരിശോധനയ്ക്ക്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. ഇത് മേടിച്ച് വെച്ചാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അറിയാൻ, നമുക്ക് അതുപോലെ മണ്ണിൻ്റെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒത്തിരി കമ്പനികൾക്കുണ്ട്. ഇത് pH സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. pH നോക്കാനുണ്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ തൊട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കണം. അതുവരെ ഗുഡ് ബൈ.